സോ നമുക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 2 പാർട്ട്നേഴ്സാണ്, അവർക്കൊരു ജ്വല്ലറി ബിസിനസ്സാണ്. അവർ ലിമിറ്റഡ് ലയബിലിറ്റിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവർക്കിപ്പോൾ 25ഓളം ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. സോ ഇനി ഫർദർ കമ്പനി ഗ്രോ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, നോർമലി ഒരു ജ്വല്ലറി ബിസിനസ്സിൽ എല്ലാവർക്കും ഉള്ള ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്ട്രക്ചർ LLP സ്ട്രക്ചറാണ്. അതാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത്. അപ്പം 25ഓളം ഇൻവെസ്റ്റേഴ്സ് വന്നു എന്ന് പറയുമ്പം ആദ്യം നിങ്ങളുടെ LLPയുടെ എഗ്രിമെൻ്റ് ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കണം. എങ്ങനെയാണ് അത് ലാംഗ്വേജ് യൂസ് ചെയ്തിരിക്കുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഗ്രോ ചെയ്യാന്ന് പറയുമ്പം ആ ഓൾറെഡി വന്ന ഒരു നോർമലി കേരളത്തിൽ ഇതൊരു ഷോറൂം ബിസിനസ് പോലെയാണ്. ആ ഷോറൂമിൽ എല്ലാവരും ഇൻവെസ്റ്റേഴ്സ് വന്നു, ആ ഷോറൂമിൻ്റെ പ്രോഫിറ്റ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന പറയുമ്പോൾ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു ഗ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഫോം ചെയ്ത് അതിൽ നിന്ന് മാത്രമേ നമുക്കൊരു ഗ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. LLP വഴി ഗ്രോ ചെയ്യണമെന്ന് പറയുമ്പം അത് ലിമിറ്റഡ് ഓപ്ഷൻസ് മാത്രമാണ്. അത് ലിറ്റിൽ കോംപ്ലിക്കേറ്റഡ് ആണ്. ചിലപ്പോൾ നമുക്കൊരു 1 മിനിറ്റ് റീലിൽ ഇത് ഉത്തരം പറയാൻ പറ്റത്തില്ല. ഞാൻ കണ്ട മിക്ക ക്ലയൻറ്റുകളും അവരുടെ ഗ്രോത്തിൽ LLP എപ്പോഴും അവർക്ക് വലിയൊരു ചലഞ്ചാണ്. Fintaxman, the mentor your business needs.